പ്രിയപ്പെട്ട എഞ്ചിനീയറെ, നമ്മളെ പിള്ളേരെ അങ്ങോട്ട് വിടുന്നു, നിയമിച്ചോണം സ്വന്തം MLA. ഞാനല്ല ഈ കത്ത് എഴുതിയത്. നമ്മുടെ സ്വന്തം MLA ആര്യാടൻ ഷൗക്കത്ത് ഒരു കത്ത് KCB എഞ്ചിനീയർക്ക് എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരെ അയച്ചിട്ടുണ്ട് നിയമിച്ചോണം എന്ന്. നമ്മുടെ വഴിക്കടവ് മണ്ഡലം പ്രസിഡന്റിന്റെ ഭാര്യയൊക്കെ നിയമിച്ചോണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിന്റെ നായകൻ, ദ നാച്ചുറൽ ചോയ്സ് എന്നൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇവിടെ ചില മുറവിളി. അങ്ങനെ തന്നെയാണ്. എന്നിട്ട് KSUക്കാരുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞതെന്താ? അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് ബിൽഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. അതൊന്നുമില്ല, അവർക്കൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ മഹിളാ കോൺഗ്രസ്സുകാർക്കും സാറ് ചെറിയ തലവേദന ആയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ കമ്മിറ്റി കഴിഞ്ഞ ദിവസം നടന്നപ്പോ അവര് സാറിനെതിരെ പ്രമേയം വരെ പാസ്സാക്കി. ഭയങ്കരം തന്നെ. പ്രമേയത്തിൽ എന്താ പ്രധാനമായി പറയുന്ന മെയിൻ കണ്ടന്റ്? KSUവിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസിന്റെ മറ്റൊരു പോഷക സംഘടനയായ മഹിളാ കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അഹങ്കാരം ഉപേക്ഷിക്കണമെന്നാണ് മഹിളാ കോൺഗ്രസിന്റെ അതിരൂക്ഷമായ വിമർശനം. ജില്ലാ പ്രസിഡന്റ് ഗായത്രിയെ വരെ അപമാനിച്ചു വന്നു. പക്ഷെ മഹിളകളെ കുറ്റം പറയാൻ പറ്റൂല. സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടില്ലേ? പെണ്ണുങ്ങള് പാചകം പഠിക്കണം, പെണ്ണുങ്ങളെ പാചകം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കണം എന്ന്. അതായത് സതീശൻ സാറ് പറയുന്നത്, ചില അമ്മമാർക്ക് അവർ പ്രത്യേകമായ ഡിഷ് ഉണ്ടാകും, പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവരുടെ മക്കൾക്ക് അവരത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത കൊടുക്കാൻ കഴിയണം. ഏത് സ്ത്രീ വിരുദ്ധതയാണ് നമ്മുടെ ലെഗസി എന്ന് പറയുന്നതാര്? ദ റിയൽ നെഹ്റുവിയൻ ലെഫ്റ്റ് സോഷ്യലിസ്റ്റ്. സാറ് ഒരു വർഷത്തിൽ 60 പുസ്തകത്തിലധികം വായിക്കും. എന്നാലും ആ 60 പുസ്തകം ഏതായിരിക്കും? ഇപ്പൊ വാർത്ത വേറൊരു മഹാന്റെ വാചകങ്ങളാണ്. ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. മാമന്റെ ആഗ്രഹം നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യാം, മനുസ്മൃതിയല്ലല്ലോ നമ്മുടെ ഭരണഘടന. ഡൽഹിയിലെ സമരത്തോട് ഐക്യപ്പെട്ട് കേരളത്തിൽ സമരം ചെയ്ത പിള്ളേരെയൊക്കെ വീട്ടിൽ കയറി സതീശൻ സാറിന്റെ പോലീസ് പിടിക്കുന്നുണ്ടല്ലോ. മാമന്റെ കാര്യം പ്രത്യേകം പരിഗണിക്കണം എന്നാണ് നവമാധ്യമങ്ങളിൽ ഇപ്പൊ ചർച്ച. ഇനിയും വാർത്തകൾ കുറെ വരുന്നുണ്ട്. മുണ്ട് മുറുക്കി ഉടുക്കണം, ധനം കുറച്ച് കമ്മിയാണ് എന്നാണ് പറയുന്നത്. അത് വഴിയെ പറയാം. കാരണം അത് മുഖ്യമന്ത്രി VD സതീശനും ധനകാര്യമന്ത്രി VD സതീശനും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു തീരുമാനത്തിലെത്തട്ടെ, സമയമുണ്ടല്ലോ.